യഥാർത്ഥത്തിൽ ഇത് ഗോവിന്ദൻ മാഷും ടി പി രാമകൃഷ്ണനൊക്കെ പറയേണ്ടതാണ്. പക്ഷേ CPIM പൂർണ്ണമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി CPIM മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണ സജ്ജമായി LDFും CPIM നിൽക്കുന്നു. അതുകൊണ്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ഈ കലാപ്രദർശനം കണ്ടിട്ട് പോകാമെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതിനെക്കുറിച്ച് ഇനി വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുന്നതാണ് നല്ലത്. ഇവിടെ യഥാർത്ഥത്തിൽ തുടർച്ചയായിട്ട് LDFിൻ്റെ ഗവൺമെൻറ് ഇവിടെ ഉണ്ടായിരുന്നു എന്നതും മഹാഭൂരിപക്ഷം ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾ LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നതും എത്ര ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി ജനങ്ങളോട് എത്ര ആത്മാർത്ഥമായ പ്രതിബദ്ധതയോടുകൂടി LDF നീങ്ങുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് അതിൻ്റെ ഗുണം ഈ തിരഞ്ഞെടുപ്പിൽ LDFിനുണ്ടാകാൻ പോവുകയാണ്. അതാണ് യാഥാർത്ഥ്യം. ദുഷ്പ്രചരണങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. പിന്നെ ആശുപത്രികളിലൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. കേരളത്തിൻ്റെ ആരോഗ്യമേഖല എന്ന് പറഞ്ഞാൽ ലോകം പൊതുവിൽ ശ്രദ്ധിക്കുന്നതാണ്. ശിശുമരണ നിരക്ക് ഈ ഒരു സംസ്ഥാനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ പൊതു ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട ആളുകൾ പരിശോധിക്കുന്ന ഒരു അളവുകോലാണ്. അതിൽ നമ്മൾ ഏറ്റവും വികസിച്ച രാജ്യങ്ങളെക്കാളും മുമ്പിലാണ് കേരളം, അമേരിക്കയെക്കാളും മുമ്പിലാണ് കേരളം. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 5.6 മരണം അമേരിക്കയിൽ നടക്കുമ്പോൾ കേരളത്തിൽ 5 മാത്രമേ ഉള്ളൂ. 0.6 അമേരിക്കയെക്കാളും നമ്മൾ മുമ്പിലാണ്. അപ്പോൾ ഈ നേട്ടങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാവും. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. തിരിച്ചറിയാൻ തക്ക പക്വതയും തിരിച്ചറിവും കേരളത്തിലെ വോട്ടർമാർക്കുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മതിയല്ലോ. അത് വളരെ ശരിയായൊരു ചോദ്യമാണ്. കേരള നിയമസഭ തന്നെ ഇത് സംബന്ധിച്ചൊരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി. ഈ SIR എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് വേണ്ടി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശ്രീ ഗാനേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു കരാറ് പണി ഏറ്റെടുത്തതുപോലെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അർഹരായ വോട്ടർമാരെ നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള കുറ്റകൃത്യമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഞാൻ ആരോപിക്കുകയാണ്. അതിനൊരുപാട് തെളിവുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഹരിയാന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ വോട്ടർ പട്ടികയിൽ വരുത്തിയിട്ടുള്ള വോട്ടർ പട്ടിക കൂടി ഉപയോഗിച്ചുകൊണ്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടും ഹരിയാനയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടന്ന കൃത്രിമങ്ങളെക്കുറിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് തൃപ്തികരമായ യാതൊരു വിശദീകരണവും ഗാനേഷ് കുമാർ നൽകിയിട്ടില്ല, ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടില്ല. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ശ്രീ TN ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന കാലവും അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സത്യസന്ധതയ്ക്കും സുതാര്യതയ്ക്കും ഉത്തരവാദിത്വ ബോധത്തിനുമൊക്കെ സംഭവിച്ചിട്ടുള്ള ഇടിവും സംബന്ധിച്ച് പ്രമുഖനായ ഒരു നിയമജ്ഞൻ്റെ ഒരു ലേഖനം ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു, ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ. അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളുടെ മുമ്പിൽ ഇതുപോലെ തുറന്നു കാണിക്കപ്പെട്ടിട്ടുള്ളൊരു കാലമുണ്ടായിട്ടില്ല. ഇത് അപമാനകരമാണ്. ശ്രീ ഗാനേഷ് കുമാറും കൂട്ടരും ഈ നിങ്ങളുടെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു എന്നത് മനസ്സിലാക്കി വിശ്വാസ്യത വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം. അതിനവർ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഓക്കെ, അതെ, വളരെ വളരെ വേദനിപ്പിക്കുന്നതാണ്. പശ്ചിമ ബംഗാളിൽ നടന്ന സംഭവം ഉൾപ്പെടെയുള്ളതാണ് നിങ്ങൾ ചോദിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളെ വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെന്നോ എന്നല്ലേ പേര്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പെട്ടെന്ന് ഞാൻ ഓർമ്മയെന്ന് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്താ? അർഹരായ സകലരെയും വോട്ടർമാരായി ചേർത്ത് വോട്ടർ പട്ടികയിൽ ചേർത്ത് അവരെ വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീ ഗാനേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനം എങ്ങനെ അർഹരെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യാം, അതിലാണ് ശ്രീ ഗാനേഷ് കുമാർ തൻ്റെ കഴിവ് പ്രകടിപ്പിച്ച് യജമാന സേവ നടത്തുന്നത്. ഇത് അപമാനകരമാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്.